വെൽക്കം ടു ടുഡേ സെഷൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് MCS 062 ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയ എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ സയൻസ് അതിന്റെ ഒരു പ്രീവിയസ് പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഡേറ്റ അനാലിസിസ് ടൈപ്സ്, റോൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ പ്രീവിയസ്ലി ഒരു പാർട്ടിൽ നമ്മൾ ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ പ്രോസസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഗോൾ ഐഡന്റിഫൈ ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷം പ്രിപ്പയർ ചെയ്തു, പിന്നെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, പിന്നെ മോഡൽ ഡെവലപ്മെന്റ്, ഫൈനലി മോഡൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് പ്രസന്റേഷൻ. ML അൽഗരിതംസും പിന്നെ നോർമലൈസേഷൻ ടെക്നിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡേറ്റ അനാലിസിസിന്റെ കുറച്ച് പാർട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടോട് കൂടി ഓൾമോസ്റ്റ് ഈ ഒരു യൂണിറ്റ് തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കണം. ലേണിംഗ് ഔട്ട്കംസ് നോക്കിയാൽ മതി. ഡേറ്റ സയൻസ് വേഴ്സസ് ഡേറ്റ അനലറ്റിക്സ്. ഡേറ്റ സയൻസും ഡേറ്റ അനലറ്റിക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാനുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലറ്റിക്സ്. അടുത്തത് അനാലിസിസ് ടൈപ്സ്. ഡേറ്റ അനലിറ്റിക്സ് ആക്ച്വലി 4 ടൈപ്പ് വരുന്നുണ്ട്. ആ 4 ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ 4 ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, പിന്നെ ഡയഗ്നോസ്റ്റിക് ഉണ്ട്, പ്രഡിക്റ്റീവ് ഉണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പാണ് വരുന്നത്. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക 4 ടൈപ്പ് ഉണ്ട്. ദെൻ EDA ഫിലോസഫി. എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ ഫിലോസഫി ഓഫ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിനെ ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു EDA എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അങ്ങനെ പ്രിപ്പയർ ചെയ്ത ഡേറ്റയിൽ നിന്ന് പാറ്റേൺസ്, അസോസിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു അല്ലെ. നമ്മൾ മോഡൽ സെലക്ഷന് മുന്നേ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി സയന്റിസ്റ്റ് വേഴ്സസ് അനലിസ്റ്റ്. നമ്മൾ ഡേറ്റ സയൻസും ഡേറ്റ അനലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഇനി ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ റോളും ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ റോളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്. കമ്പാർസ് റോൾ ഓഫ് ഡേറ്റ സയന്റിസ്റ്റ് ആൻഡ് അനലിസ്റ്റ്. നമ്മുടെ ഡേറ്റ സയന്റിസ്റ്റിനെയും അനലിസ്റ്റിനെയും എടുക്കുകയാണെങ്കിൽ അനലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റോള് തന്നെ കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഡേറ്റയെ പറ്റി നല്ലോണം മനസ്സിലാക്കി ഡാറ്റ പ്രിപ്പയർ ഒക്കെ ചെയ്തു അതിനുശേഷം വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ഡേറ്റ അനലിസ്റ്റിന്റെ പാർട്ട് പോകുന്നത്. എന്നാൽ ഡേറ്റ സയന്റിസ്റ്റിന്റെ കേസ് അതല്ല. അവർക്ക് ഡേറ്റയെ പറ്റി ഇൻഡെപ്ത് നോളജ് വേണം. ബിക്കോസ് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ അതിലോട്ടേക്കാണ് ഡേറ്റ സയന്റിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലാംഗ്വേജ് ആൻഡ് ലൈഫ് സൈക്കിൾ. ഡേറ്റ സയൻസിന് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതെന്താണെന്നും നമ്മുടെ ഡേറ്റ സയൻസ് ലൈഫ് സൈക്കിൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. ഐഡന്റിഫൈ ലാംഗ്വേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ഡേറ്റ സയൻസ് ലൈഫ് സൈക്കിൾ. ഡാറ്റ സയൻസ് വേഴ്സസ് ഡേറ്റ അനലിറ്റിക്സ്. കീ ഡിഫറൻസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഡേറ്റ സയൻസിന്റെയും ഡേറ്റ അനലിറ്റിക്സിന്റെയും നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റേനെയും പ്രസന്റ് ആയിട്ടുള്ള ഡേറ്റേനെയും യൂസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ആയിട്ടൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നമ്മുടെ സെയിൽസിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെയിൽസിലെ പാസ്റ്റ് സെയിൽസ് ഡേറ്റ എടുക്കും. അതേപോലെ തന്നെ പ്രസന്റ് ആയിട്ടുള്ള സെയിൽസ് ഡേറ്റയും എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പം ഇന്ന് സെയിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അതായിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നല്ല, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക ആ പ്രസന്റ് ഡിസിഷനെയാണ്. സ്റ്റുഡൻസിന്റെ മാർക്ക് ഇപ്പൊ ഒന്ന് കുറഞ്ഞെന്ന് വിചാരിക്കുക, ഫ്യൂച്ചറിൽ മേ ബി മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതല്ല, ഇപ്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്ട്രാ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ നോക്കുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഡേറ്റ സയൻസിലോട്ടേക്ക് വരുമ്പോഴെന്താണ്, അത് മോഡലിനെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ഫ്യൂച്ചർ പ്രഡിക്ഷൻ അതാണ് മേജറായിട്ട് നോക്കുന്നത് അല്ലെ. സെയിൽസിലെ ഇന്നത്തേതും പാസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്ത് ഫ്യൂച്ചറിൽ സെയിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അതാണ് ഡേറ്റ സയൻസ് മേജറായിട്ട് നോക്കുന്നുണ്ടായിരിക്കും.
ദെൻ ടൈപ്സ് ഓഫ് ഡേറ്റ അനാലിസിസിൽ വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ്, നമുക്കറിയാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക്, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്തു എന്താണ് പ്രോബ്ലം എന്നുള്ളത്, ഡയഗ്നോസ്റ്റിക് എന്തുകൊണ്ട് അത് സംഭവിച്ചു അത് പറഞ്ഞു തരും. ദെൻ പ്രഡിക്റ്റീവ് ഫ്യൂച്ചർ പ്രഡിക്ഷന് യൂസ് ചെയ്യുന്നത്, പ്രിസ്ക്രിപ്റ്റീവ് ആ ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ആക്ഷൻ സ്വീകരിക്കാം, അതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്ഷൻ തരിക, ഇന്നത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. പ്രഡിക്റ്റീവ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അത് പറയുന്നു. ഡയഗ്നോസ്റ്റിക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഒക്വേർഡ് ആയത്, അതിന്റെ കോസ് സൊല്യൂഷൻ പറയുന്നു. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫിലോസഫി ഓഫ് EDA എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, നമുക്കറിയുന്ന പ്രോസസ് ആണ്. നമ്മുടെ ഡേറ്റ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഡേറ്റയിലുള്ള പാറ്റേൺസ്, റിലേഷൻഷിപ്പ്, അസോസിയേഷൻസ് ഐഡന്റിഫൈ ചെയ്തു വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. ഹിസ്റ്റോഗ്രാമ്, സ്കാറ്റർ പ്ലോട്ട് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ തന്നെ യൂണിവേരിയന്റ് വേഴ്സസ് മൾട്ടി വേരിയന്റ്, ഇതിനിടയ്ക്ക് ബൈവേരിയന്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ, അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് പറയണം. ദെൻ റോൾസ്, ഡേറ്റ സയന്റിസ്റ്റ് വേഴ്സസ് ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയന്റിസ്റ്റും ഡേറ്റ അനലിസ്റ്റിന്റെയും റോൾസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ക്രൗഡ് സോഴ്സിംഗ് മീൻസ് നമ്മുടെ പല സോഴ്സിൽ നിന്നും മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഗ്യാതറിംഗ് ഡേറ്റ ഫ്രം ദ പബ്ലിക്, അത് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നായിരിക്കാം, അങ്ങനെ മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രൗഡ് സോഴ്സിംഗ്, അത് പറയാനുണ്ട്. ദെൻ ടൂൾസ് ആൻഡ് ലൈഫ് സൈക്കിൾ, അതായത് ഡേറ്റ സയൻസിന്റെ മേജറായിട്ട് വരുന്ന ലാംഗ്വേജസ് എന്തൊക്കെയാണെന്നും ദെൻ ആ ലൈഫ് സൈക്കിൾ ഒന്നുകൂടി നമ്മൾ പറഞ്ഞു പോവാണ്. ലാംഗ്വേജസ്, ആപ്ലിക്കേഷൻ ആൻഡ് 6 സ്റ്റെപ്സ് ഇൻ ദ ലൈഫ് സൈക്കിൾ, അതായത് നമുക്ക് 6 സ്റ്റെപ്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്, അതുകൂടി നമുക്ക് പറഞ്ഞു പോകണം. ഡേറ്റ സയൻസ് വേഴ്സസ് ഡേറ്റ അനലിറ്റിക്സ് കമ്പാരിസൺ പറയാൻ പോവാണ്. Both disciplines revolve around working with the data to extract insights, but their scope and focus differ significantly. അത് രണ്ട് റോളിനെ പറ്റി പറയുകയാണെങ്കിലും നമ്മുടെ ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷേ രണ്ടിന്റെയും പേഴ്സ്പെക്റ്റീവ് രണ്ടായിട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ ഡേറ്റ അനലിറ്റിക്സിൻ്റെയിലോട്ടേക്ക് വരികയാണെങ്കിൽ ഫോക്കസസ് ഓൺ എക്സാമിനിങ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറന്റ് ഡാറ്റ, അത് നമ്മൾ പാസ്റ്റ് ഡേറ്റയും ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ഡേറ്റയും എടുത്തുകൊണ്ട് കറണ്ട് ആയിട്ടൊരു ഡിസിഷൻ അങ്ങ് മേക്ക് ചെയ്യും. അതാണ് പറഞ്ഞത്, കറന്റ്ലി സ്റ്റുഡന്റിന്റെ മാർക്ക് കുറവാണോ, അപ്പൊ തന്നെ ഫ്യൂച്ചറിൽ മേ ബി മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടാവും, അതൊന്നുമില്ല, അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഡിസിഷൻ അങ്ങ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ അനലിറ്റിക്സ് ഫോളോ ചെയ്യുന്നത്. ഇൻഫോംസ് പ്രസന്റ് ഡേ ഡിസിഷൻ, അതായത് ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓഫൺ ഡിസ്ക്രിപ്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് ഇൻ നാച്ചർ, അതായത് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആണെന്ന് പറയാം, പൂർണ്ണമായിട്ടല്ല, നമുക്ക് അങ്ങനെയാണെന്ന് പറയാം. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻഡ് എന്നുള്ള കാര്യം, ആ ഒരു സാധനം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് റിപ്പോർട്ടിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ വീക്കിലുള്ള സെയിൽസ് ഡേറ്റ സെയിൽസ് ഇത്ര കുറഞ്ഞു പോയി, ജസ്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരും, ഇതാണ് സംഭവം എന്നുള്ളത്. ഓർ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആവുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സെയിൽസ് കുറയാൻ കാരണം, എന്തെങ്കിലും ഒരു കാരണം പറയും. അതായത് ലൈക്ക് സെയിൽസ് ഡ്രോപ്ഡ് ബിക്കോസ് ഒന്നിക്കൽ പ്രൈസ് ഇൻക്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ആയിരിക്കാം. അപ്പൊ ഡേറ്റ അനലിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്, ജസ്റ്റ് കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും, അതിന്റെ കൂടെ ആ സിറ്റുവേഷൻ ഒക്കർ ആവാനുള്ള കാരണം എന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. ആൻസേഴ്സ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് വൈ ഡിഡ് ഇറ്റ് ഹാപ്പൺ. വാട്ട് ഹാപ്പൻഡ് ആരാണ്, ഡിസ്ക്രിപ്റ്റീവ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഡിസ്ക്രൈബ് ചെയ്യുന്നു സിറ്റുവേഷനെ, ഇപ്പൊ ഇതാണേ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൺ, എന്തിനാണ് അത് സംഭവിച്ചത്. അങ്ങനെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്
ഡാറ്റ അനലിറ്റിക്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ മാത്രമല്ല ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്ട്രക്ചേർഡ് ഡാറ്റയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അവിടെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക ടാബുലാർ ഫോമിലൊക്കെ കിടക്കുന്ന ഡേറ്റ ആയിരിക്കും. എക്സലോ CSV ഫയലോ അല്ലെങ്കിൽ ഡേറ്റാബേസോ അങ്ങനെ ടാബുലാർ ഫോമിൽ കിടക്കുന്ന ഡേറ്റ ആയിരിക്കും നമ്മൾ ഡേറ്റ അനാലിസിസിന് വേണ്ടി യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഡേറ്റ സയൻസിലോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ സ്ട്രക്ചേർഡും പോവും അൺസ്ട്രക്ചേർഡും പോവും. എന്താണ് ടാബുലാർ ഫോമിലുള്ള ഡേറ്റയും എടുക്കാം. ഇനി അതല്ല ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് ഏത് വേണമെങ്കിലും നമുക്ക് എന്താണ് എടുക്കാം. CCTVന്റെ ഫൂട്ടേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രോഡർ ഫീൽഡ് ഇൻക്ലൂഡിങ് മാത്ത്, സ്റ്റാറ്റ്, CS ആൻഡ് മെഷീൻ ലേണിംഗ്. അതെ, നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിൽ അവിടെ മെയിനായിട്ട് SQL, പവർ BI, ടാബ്ലു ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ സയൻസിലോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് നിർബന്ധമാണ്. മീഡിയൻ, മോഡ്, പറഞ്ഞ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാണണം. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഡേറ്റ അനലിറ്റിക്സിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് നിർബന്ധമായിട്ട് വേണം. മാത്തമാറ്റിക്സ് നല്ലോണം അറിഞ്ഞിരിക്കണം. പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടായിരിക്കണം. ഡാറ്റ അനലിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് നോളജിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഡേറ്റ സയൻസിൽ അങ്ങനെയല്ല. പ്രോഗ്രാമിംഗ് നോളജ് വേണം, ഡൊമൈൻ നോളജ് വേണം, മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ബിക്കോസ് മെഷീൻ ലേണിംഗ് മോഡൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തുന്നത് അല്ലെ. അൺകവർ ഡീപ്പർ ഇൻസൈറ്റ്സ് ആൻഡ് ബിൽഡ്സ് പ്രഡിക്റ്റീവ് മോഡൽസ്. പ്രഡിക്റ്റീവ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു അല്ലെ. അങ്ങനത്തെ മോഡലിനെയാണ് നമ്മുടെ ഡേറ്റ സയൻസ് യൂഷ്വലി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാളുടെ ഡേറ്റ കണ്ടു കഴിഞ്ഞിട്ട് അയാൾക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ് ഡേറ്റ സയൻസ് മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ആൻസേഴ്സ് വാട്ട് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം. ആൻഡ് വാട്ട് ആക്ഷൻസ് ക്യാൻ വി ടേക്ക്. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം. ഫ്യൂച്ചറിൽ സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ടോ, അതാണ്. അതിനുശേഷം അങ്ങനെ സെയിൽസ് കൂടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് റൺ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ഡിസിഷൻ എടുക്കുന്നു. ഡാറ്റ അനലിറ്റിക്സിലോട്ടേക്ക് വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻഡ്, ഇപ്പോഴെന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് പറയുകയാണെങ്കിൽ ഡേറ്റ സയൻസിൽ എന്താ പറയുന്നത്? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം, പ്രഡിക്ഷൻ ആണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം. ഇത് രണ്ടുമാണ് മേജർ ആയിട്ട് ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. കീ ഡിഫറൻസസ്: ടൈപ്പ് ഓഫ് ഡേറ്റ. ടൈപ്പ് ഓഫ് ഡേറ്റ ഡീൽസ് വിത്ത് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഓൺലി. നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിൽ എന്താണ്? സ്ട്രക്ചേർഡ് ഡേറ്റ ഓൺലി. അവിടെ എന്താണ്? ടാബുലാർ ഫോമിലുള്ള ഡേറ്റ അതാണ് പറയുന്നത്. മോസ്റ്റ്ലി സ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. CSV ഫയൽ, എക്സൽ, ഡേറ്റാബേസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താണ്? ഹാൻഡിൽസ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ബോത്ത്. രണ്ടും നമുക്ക് പറ്റും. സ്ട്രക്ചേർഡ് ആയാലും കുഴപ്പമില്ല, അൺസ്ട്രക്ചേർഡ് ആണെങ്കിലും കുഴപ്പമില്ല. മെഡിക്കൽ ഇമേജ് എന്നൊക്കെ പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആണ് അല്ലെ. ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ ഈസ് മോസ്റ്റ്ലി ഡൺ ഫോർ പ്രോബ്ലം സോൾവിംഗ് ത്രൂ ഡേറ്റ അനാലിസിസ്. ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ഷൻ, നമ്മുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ഷനെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ ഈസ് മോസ്റ്റ്ലി ഡൺ ഫോർ പ്രോബ്ലം സോൾവിംഗ് ത്രൂ ഡേറ്റ അനാലിസിസ്. പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്, ഡേറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട്. Intervention is done on not only to solve the problem but also to identify the problem in the first place. എന്താ ചെയ്യുന്നത്? ഡേറ്റ സയൻസിൽ ജസ്റ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് മാത്രമുള്ള ഇതല്ല. ഫസ്റ്റ് ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഡാറ്റ അനലിറ്റിക്സിൽ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യും ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട്. മറ്റേടത്ത് ഫസ്റ്റ് ആ പ്രോബ്ലം എന്താണെന്ന് ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്. ഫസ്റ്റ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് സോൾവിങ് ആരംഭിക്കുന്നുണ്ടാവുക. മോഡലിംഗ് ആൻഡ് അനാലിസിസിൽ മോസ്റ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്. അതായത് മീഡിയൻ, മോഡ്, പറഞ്ഞ സാധനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഡേറ്റ അനലിറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ്.
പ്രഡിക്റ്റീവ് മോഡലിംഗ് യൂസിങ് മെഷീൻ ലേണിംഗ്. നമ്മുടെ ഡാറ്റാ സയൻസിലോട്ടേക്ക് വരികയാണെങ്കിൽ ML അൽഗരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നൊക്കെ. അതിൽ വരുന്ന മോഡൽസ് എന്താണോ, ക്ലാസിഫിക്കേഷൻ, റീഗ്രഷൻ, ഡിസിഷൻ ട്രീ, അങ്ങനെ പറയുന്ന മോഡൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തുന്നത്. സ്കോപ്പ് ഓഫ് അനാലിസിസ് മോസ്റ്റ്ലി ഫോക്കസ് ഓൺ പ്രസന്റ് ടൈം. അതാണ് പറഞ്ഞത്, പാസ്റ്റ് ഡേറ്റയെ കൺസിഡർ ചെയ്യും, പ്രസന്റ് ഡേറ്റയും കൺസിഡർ ചെയ്ത് പ്രസന്റ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യും. മെയിൻലി അതാണ് ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്. മോർ ഫ്യൂച്ചർ ലുക്കിംഗ് എന്ന ഡേറ്റ സയൻസിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫ്യൂച്ചർ എന്ത് സംഭവിക്കാം അതാണ്. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ആക്ഷണബിൾ ഇൻസൈറ്റ്സ് ദാറ്റ് ഇൻഫോം കറണ്ട് ഡിസിഷൻസ്. അതെ, കറണ്ട് ഡിസിഷൻ, ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം, സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് പെർഫോം ചെയ്യണം, അതാണ് മെയിൻ ആയിട്ട് ഡാറ്റ അനലിറ്റിക്സ് ഫോളോ ചെയ്യുന്നത്. ടു ബിൽഡ് ഇന്റലിജന്റ് സിസ്റ്റം ആൻഡ് പ്രഡിക്റ്റീവ് മോഡൽസ് ദാറ്റ് ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ്. അവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള സാധനത്തിന് വേണ്ടിയില്ല, ഫ്യൂച്ചറിലും കൂടി അത് എങ്ങനെ യൂസ്ഫുൾ ആവും എന്നുള്ള രീതിക്ക് അങ്ങനത്തെ സംഭവങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇന്റലിജന്റ് സിസ്റ്റം ആൻഡ് പ്രഡിക്റ്റീവ് മോഡൽസ് ദാറ്റ് ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ്. ലേൺ ചെയ്തിട്ട് പ്രഡിക്ഷനിലോട്ടേക്ക് എത്താൻ പറ്റുന്ന അങ്ങനത്തെ ഇന്റലിജന്റ് സിസ്റ്റംസും ഇന്റലിജന്റ് മോഡൽസ്, പ്രഡിക്റ്റീവ് മോഡൽസും ഡെവലപ്പ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡേറ്റ അനാലിസിസ് 4 ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ അനാലിസിസ് ഫോംസ് എ ഹൈറാർക്കി ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസ്ക്രിപ്റ്റീവ് ആണ് ഫസ്റ്റ് വൺ. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, നമ്മളെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് സമ്മറൈസ് ചെയ്തിട്ട് കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞു തരും. അതാണ് ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രൈബ് ചെയ്യുന്നു, സിറ്റുവേഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഡയഗ്നോസ്റ്റിക്കിലോട്ടേക്ക് വരുമ്പോഴെന്താണ്, എന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു സംഭവം സംഭവിച്ചു, അതിനുള്ള കോസ്, റൂട്ട് കോസ് നമുക്ക് ഫൈൻഡ് ചെയ്തു തരും. അതാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൺ, എന്തുകൊണ്ട് സംഭവിച്ചു. അടുത്തത് പ്രഡിക്റ്റീവ്. പ്രഡിക്റ്റീവ് പേരിൽ തന്നെ ക്ലിയർ ആണ്. പ്രഡിക്ഷൻ, ഫ്യൂച്ചർ പ്രഡിക്ഷനിലോട്ടേക്കാണ് പോകുന്നത്. വാട്ട് വിൽ ഹാപ്പൺ, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും. പ്രിസ്ക്രിപ്റ്റീവ് എന്താണ്, വാട്ട് ഷുഡ് വി ഡു നെക്സ്റ്റ്, ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം. ഈ 4 രീതിക്കാണ് ഡേറ്റ അനാലിസിസ് പോകുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് അറിയാം ഡിസ്ക്രിപ്റ്റീവ് എന്താണ് സംഭവിച്ചത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു സിറ്റുവേഷന്. Descriptive analysis goal, summarize and interpret historical data to understand what has happened in the past. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞു തരും. എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്, സെയിൽസ് ഈ നെക്സ്റ്റ് വീക്കിൽ 50,000 ആയിരുന്നു, അല്ലെ ഇപ്പൊ സെയിൽസിൽ ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്, അങ്ങനെ ജസ്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരും പാസ്റ്റ് ഡേറ്റയെ എടുത്തിട്ട് സമ്മറൈസ് ചെയ്തിട്ട്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനാലിസിസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ്. യൂസസ് അഗ്രഗേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. അവിടെ മെയിൻ ആയിട്ട് എന്താണ് ടെക്നിക്സ്, മീഡിയൻ, മോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് വിഷ്വലൈസേഷൻ, വിഷ്വലി റെപ്രസെന്റ് ചെയ്യും. ചാർട്ട്, ഗ്രാഫ്, ടാബ്ലോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സിറ്റുവേഷനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യും. എക്സാമ്പിൾ, അനലൈസിംഗ് അഡ്മിറ്റൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഫൈൻഡ് ഫീമെയിൽ എൻറോൾമെന്റ് ഇൻക്രീസ്ഡ് ഫ്രം 12 to 40%. ഫീമെയിൽസ് എൻറോൾ ചെയ്തത് എന്താണ് 12 മുതൽ 40% വരെ ഉയർന്നിട്ടുണ്ട്. ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, അല്ലെ ഡേറ്റ കൺസിഡർ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു, ഇത്രയും ഉയർച്ച വന്നിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് മാത്രമേ നടക്കുള്ളൂ ഡിസ്ക്രിപ്റ്റീവിനെ കൊണ്ട്. ഇനി ഡയഗ്നോസ്റ്റിക് വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീമെയിലിന്റെ എൻറോൾമെന്റ് ഇത്രയും ഇൻക്രീസ് ആവാൻ കാരണം, ആ കോസ് എന്താണെന്ന് പറഞ്ഞു തരിക ഡയഗ്നോസ്റ്റിക് ആണ്. Goal, investigate the cause behind the trends identified during descriptive analysis. Descriptive analysis ഇപ്പൊ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, എന്താണ് ഹാപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു തന്നു. ഇനി എന്തുകൊണ്ട് അത് ഹാപ്പൺ ചെയ്തു എന്ന് പറയുന്നത് ആരാണ്, ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസ് ചെയ്യാണ് എന്താ സംഭവം. ആൻസർ, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൺ, എന്തിനാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ടെക്നിക്സ്, കോറിലേഷൻ അനാലിസിസ്, റൂട്ട് അനാലിസിസ്, ഡേറ്റ ഡ്രില്ലിംഗ്.
മറ്റിടത്ത് മീഡിയൻ മോഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷനെയാണ് കാണിക്കുന്നത്. റൂട്ട് കോസ് അനാലിസിസ്, ഡേറ്റ ഡ്രില്ലിംഗ്, ഈ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആ പ്രോബ്ലം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. Example, analyzing hostel facilities, scholarship and transportation to understand why female enrollment increased. എന്തുകൊണ്ടാ ഫീമെയിൽ എൻറോൾമെന്റ് ഇൻക്രീസ് ആയത്? ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഫീമെയിൽസിന്റെ എൻറോൾമെന്റ് ഇൻക്രീസ് ആയത്. ഡിസ്ക്രിപ്റ്റീവില് ജസ്റ്റ് ഫീമെയിൽസിന്റെ എൻറോൾമെന്റ് 12 to 40% ഇൻക്രീസ് ആയി എന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് ഇൻക്രീസ് ആയി എന്ന് ഡയഗ്നോസ്റ്റിക്കിൽ ഫൈൻഡ് ചെയ്തു. അടുത്തത് പ്രഡിക്റ്റീവും പ്രിസ്ക്രിപ്റ്റീവും. എന്തായിരുന്നു പ്രഡിക്റ്റീവ് എന്ന് പറയുന്നത്? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, പ്രഡിക്ഷൻ ആണ് അല്ലെ. ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവന്റ്സ് ഓർ ട്രെൻഡ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. പാസ്റ്റ് ഇൻഫോർമേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ സെയിൽസിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, സോ ഫ്യൂച്ചറിൽ ഇത്രയും സെയിൽസ് ഇൻക്രീസ് ആവാൻ അല്ലെങ്കിൽ ഡിക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ എടുത്ത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തുന്നു. ആൻസർ, വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൺ. വാട്ട് വിൽ ഹാപ്പൺ, എന്തായിരിക്കും ഇനി സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. എംപ്ലോയ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ്, ഡേറ്റ മൈനിങ്, ക്ലാസിഫിക്കേഷൻ, റീഗ്രഷൻ മോഡൽ. ക്ലാസിഫിക്കേഷൻ റീഗ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് മെഷീൻ ലേണിംഗ് ആയി. ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിഫൈ ചെയ്യുന്നു, കാറ്റഗറിക്കൽ വാല്യൂസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. റീഗ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസിന്റെ പ്രഡിക്ഷൻ ആണ്. അതാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സാമ്പിൾ, പ്രഡിക്റ്റിംഗ് കസ്റ്റമർ ചേൺ, ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഓർ പ്രഡിക്റ്റിംഗ് ലൈക്ലിഹുഡ് ഓഫ് ലോൺ ഡിഫോൾട്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രഡിക്റ്റീവ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രിസ്ക്രിപ്റ്റീവിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രഡിക്റ്റീവില് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ ഉള്ളതിന്റെ ഒരു പ്രഡിക്ഷൻ കിട്ടി. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യണം. ടേക്സ് predictive insights further by recommending specific actions to achieve desired goals. നമ്മുടെ ഇപ്പൊ സെയിൽസ് ഡിക്രീസ് ആവുന്നു, പ്രഡിക്റ്റീവില് പ്രഡിക്ഷൻ നടത്തി നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ഇൻക്രീസ് ആവാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻസ്, എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം എന്ന് പ്രിസ്ക്രിപ്റ്റീവ് പറഞ്ഞു തരും. ആൻസേഴ്സ്, വാട്ട് ഷുഡ് വി ഡു നെക്സ്റ്റ്, നമ്മൾ എന്ത് ചെയ്യണം അടുത്തതായിട്ട്. കമ്പൈൻസ് ഒപ്റ്റിമൈസേഷൻ, സിമുലേഷൻ ആൻഡ് ഡിസിഷൻ മോഡലിംഗ്. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് മോഡലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, റെക്കമെൻഡിങ് ദ ബെസ്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ടു മാക്സിമൈസ് റവന്യൂ ബേസ്ഡ് ഓൺ ഡിമാൻഡ് ഫോർകാസ്റ്റ്. അതായത് ഇപ്പൊ പ്രഡിക്ഷനിൽ നമുക്ക് കിട്ടി ഹോളിഡേ എന്താണ്, നമ്മുടെ ഫ്ലൈറ്റ് ചാർജ് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പ്രിസ്ക്രിപ്റ്റീവിലോട്ടേക്ക് വരുമ്പം ഹോളിഡേയിലാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവും. പിന്നെ എന്താണ്, സാധാ ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ പ്രൈസ് ഡിക്രീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടിക്കറ്റ് ബുക്കിംഗ്, ആ ആക്ഷൻ ആയിരിക്കും പ്രിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നുണ്ടായിരിക്കും. നോക്കിയാൽ മതി. ക്വിക്ക് അനാലിസിസ് ആണ് പറയുന്നത്. വാട്ട് ഡിഡ് അവർ വെബ്സൈറ്റ് ട്രാഫിക് ഡ്രോപ്പ് ഇൻ മാർച്ച്? വൈ ഡിഡ് അവർ വെബ്സൈറ്റ് ട്രാഫിക് ഡ്രോപ്പ് ഇൻ മാർച്ച്? എന്തുകൊണ്ടാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് ഡ്രോപ്പ് ആയത്? അവിടെ കോസ് റീസൺ ആണല്ലേ പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഡയഗ്നോസ്റ്റിക്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഡയഗ്നോസ്റ്റിക്. വാട്ട് ഷുഡ് വി പ്രൈസ് our new product to maximize profit? നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം? എന്ന് പറയുന്ന ആരാണ്? പ്രിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ. ആക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിസ്ക്രിപ്റ്റീവ് ആണ്. ഹൗ മെനി ടോട്ടൽ യൂണിറ്റ്സ് ഡിഡ് വി സെൽ ലാസ്റ്റ് ക്വാർട്ടർ? ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ എത്ര, അതായത് പാസ്റ്റ് ആണ് പറയുന്നത്, എത്ര സെല്ല് നടത്തി, അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്രയും, അതായത് 5000 ആണ് സെയിൽ സംഭവിച്ചത് പാസ്റ്റില്. അങ്ങനെ പാസ്റ്റ് ആയിട്ടുള്ളതിൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് ആരായിരുന്നു? ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ.
വിച്ച് കസ്റ്റമേഴ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ക്യാൻസൽ ദെയർ സബ്സ്ക്രിപ്ഷൻ നെക്സ്റ്റ് മന്ത് ആണ്, ഫ്യൂച്ചർ ആണ് പറയുന്നത്. എത്ര കസ്റ്റമേഴ്സ് അടുത്ത മാസം അവരുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുന്നു. ആരാണ്? പ്രഡിക്റ്റീവ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ? ഒരു കോസ്, ഒരു സംഭവം, ഒരു ആക്ഷൻ മീൻസ് ഒരു സംഭവത്തിന്റെ കോസ് ഫൈൻഡ് ചെയ്യുന്നത് ആരാണ്? ഡയഗ്നോസ്റ്റിക് ആണ്. ദെൻ എന്താണ്? ഒരു സംഭവം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? പ്രിസ്ക്രിപ്റ്റീവ് ആണ്. കഴിഞ്ഞ പാസ്റ്റ് ഡേറ്റയിലുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് പ്രഡിക്റ്റീവ് ആണ്. ഇതാണ് നമ്മുടെ ഡേറ്റ അനാലിസിസിന്റെ 4 ടൈപ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫിലോസഫി ഓഫ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, ഇ ഡി എ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഡേറ്റയെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതിലുള്ള പാറ്റേൺസ് എന്താണ് അസോസിയേഷൻസ് ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. Core objective: examine the data set in detail before making any assumptions or applying formal statistical models. മോഡൽസ് ഒക്കെ അപ്ലൈ ചെയ്ത്, അതായത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. EDA helps to detect anomalies. എന്തെങ്കിലും നമ്മൾ ഓൾറെഡി എന്താണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും എന്തെങ്കിലും അനോമലീസോ ഔട്ട്ലെയേഴ്സോ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, ഡേറ്റ തമ്മിലുള്ള അസോസിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അൺകവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ആക്സസ് ഡാറ്റ ക്വാളിറ്റി ആൻഡ് ഗൈഡ് മോഡൽ സെലക്ഷൻ, ഡാറ്റയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഏത് മോഡൽ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം EDA യൂസ് ചെയ്തുകൊണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അതായത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാം. നമ്മളെ സ്കാറ്റർ പ്ലോട്ട്, ഹിസ്റ്റോഗ്രാം ഒക്കെ പോലെ വിഷ്വൽ ടൂൾസ് ലൈക്ക് പ്ലോട്ട്സ് ആൻഡ് ചാർട്ട്. നോൺ ഗ്രാഫിക്കൽ മെത്തേഡ്സ് മോഡൽ യൂസ് ചെയ്യാം. ന്യൂമറിക്കൽ സമ്മറീസ്, മീന് മീഡിയൻ മാതിരി പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ വരുന്നതാണ് യൂണിവേരിയന്റ് വേഴ്സസ് മൾട്ടിവേരിയന്റ് അനാലിസിസ്. ഇത് മാത്രമല്ല ഉള്ളത്, ബൈവേരിയന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പും കൂടി വരുന്നുണ്ട്. യൂണിവേരിയന്റ് ആ പേരിൽ തന്നെ ക്ലിയർ ആണ് അല്ലെ. യൂണിയാണ്, ഒറ്റ ഒന്നിനെ മാത്രം, ഒരു വേരിയബിളിനെ മാത്രം എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. Data set comprises a single variable, does not address causation. അതിന്റെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും ഐഡന്റിഫൈ ചെയ്യില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രം. അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡന്റിന്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നു, ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നോക്കുന്നു, എന്നിട്ട് അതിനെ പ്ലോട്ട് ചെയ്യുന്നു. നമ്മുടെ ബോക്സ് പ്ലോട്ടോ അല്ലെ എന്താണ് ഹിസ്റ്റോഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിളിനെ, അവിടെ എന്താണ് മാർക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിളിനെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നോൺ ഗ്രാഫിക്കൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീഡിയൻ, മീൻ, അതൊക്കെ നമുക്ക് ആവറേജ് ഫൈൻഡ് ചെയ്യാം നമ്മുടെ മാർക്കിന്റെ. ഡിസ്പേർഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഷേപ്പ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഗ്രാഫിക്കൽ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ ബോക്സ് പ്ലോട്ടോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരൊറ്റ പെർട്ടിക്കുലർ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിനെ മാത്രം ഷോ ചെയ്യാം. സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട്, ഹിസ്റ്റോഗ്രാം, ബോക്സ് പ്ലോട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു മാർക്കിനെ മാത്രം എന്താണ് നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വരുന്ന ടൈപ്പ് ബൈവേരിയന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിനെ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡന്റിന്റെ മാർക്സും ഹവേഴ്സ് ഓഫ് സ്റ്റഡി, അങ്ങനെ രണ്ട് കോളം നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും ഡാറ്റയിൽ നിന്ന്. കൂടുതൽ ഹവേഴ്സ് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും. അതിനെ നമ്മൾ എന്താണ് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കോറിലേഷൻ, നോൺ ഗ്രാഫിക്കൽ ആണെങ്കിൽ കോറിലേഷൻ യൂസ് ചെയ്യും. ഇനി വിഷ്വലി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യും. സ്കാറ്റർ പ്ലോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, രണ്ട് വേരിയബിൾസ്, ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലും ഇട്ടിട്ട് ഡോട്ട് ഇട്ട് പോകുന്നത് അല്ലെ. അങ്ങനെ സ്കാറ്റർ പ്ലോട്ട് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ കോറിലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. ഒരു ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബൈവേരിയന്റ് അനാലിസിസ് എന്ന് പറയും. ഇനി മൾട്ടി വേരിയന്റിലോട്ടേക്ക് വരികയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡേറ്റ സെറ്റ്
എൻകംപേഴ്സസ് മൾട്ടിപ്പിൾ വേരിയബിൾസ്, മെയിൻലി രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ അനലൈസ് ചെയ്യുന്നതാണ് മൾട്ടി വേരിയന്റ് അനാലിസിസ്. ഇല്ലുസ്ട്രേറ്റ്, കോറിലേഷൻ, നോൺ ഗ്രാഫിക്കൽ ആണെങ്കിൽ ക്രോസ് ടാബുലേഷൻ, കോറിലേഷൻ, കോവേരിയൻസ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഗ്രാഫിക്കൽ ആണെങ്കിൽ എന്താണ് ഗ്രൂപ്പ്ഡ് ബാർ പ്ലോട്ട്, സ്കാറ്റർ പ്ലോട്ട്, ഹീറ്റ് മാപ്പ്, അങ്ങനെ എന്താണ് മൾട്ടിപ്പിൾ വേരിയബിൾസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ മൾട്ടി വേരിയന്റ് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റുഡന്റിന്റെ മാർക്ക് അതിനെ ഹവേഴ്സ് ഓഫ് സ്റ്റഡി എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അറ്റൻഡൻസ് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം പഠിക്കാൻ പറ്റില്ല അല്ലെ. സ്ലീപ്പ് മേജർ ആയിട്ടുള്ള ഒരു തിങ്കാണ്. നമ്മൾ നല്ലപോലെ ഉറങ്ങിയാലേ നമുക്ക് നല്ലപോലെ മാർക്ക് കിട്ടുള്ളൂ, നല്ലപോലെ പഠിക്കാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ വേരിയബിൾസ് എടുത്ത് കൺസിഡർ ചെയ്യുന്നതിനെയാണ് മൾട്ടി വേരിയന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി റോൾ ഓഫ് ഡേറ്റ സയന്റിസ്റ്റ് വേഴ്സസ് ഡേറ്റ അനലിസ്റ്റ്. ഡേറ്റ സയന്റിസ്റ്റും ഡേറ്റ അനലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. പ്രൈമറി റോള് ഡേറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ലോജിക് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അനലൈസ് ഡേറ്റ ടു ഫൈൻഡ് ട്രെൻഡ് ടു സപ്പോർട്ട് ബിസിനസ് നീഡ്സ്. ബിസിനസ്സിന് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, കറന്റ് ട്രെൻഡ് മനസ്സിലാക്കി ബിസിനസ് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കലാണ് ഡേറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഡാറ്റ സയന്റിസ്റ്റ് ആണെങ്കിൽ അതല്ല, ഐഡന്റിഫൈസ് ആൻഡ് സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ഇൻവോൾവ്ഡ് ഇൻ പ്രോബ്ലം ഡിസ്കവറി. എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക. നോട്ട് ഓൺലി ഐഡന്റിഫിക്കേഷൻ എന്നാണ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നതും ഡാറ്റ സയന്റിസ്റ്റ് ആയിരിക്കും. ഡിസിഷൻ മേക്കിംഗ് ലെസ് ഇൻവോൾവ്ഡ് ഇൻ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ്. അവിടെ ഡിസിഷൻ മേക്കിംഗ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. അവിടെ എന്താണ് പാസ്റ്റ് ഡേറ്റ കൺസിഡർ ചെയ്തു, കറണ്ട് ഡേറ്റ കൺസിഡർ ചെയ്തു, കറണ്ട് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ അത്രയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. ആക്റ്റീവ്ലി പാർട്ട് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് ടീം. ഡാറ്റ സയന്റിസ്റ്റ് എന്താ തന്നെയാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ, ഡിസിഷൻ മേക്കിംഗ് അതിന് വേണ്ടിയിട്ട് മോഡൽസിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിക്വയർഡ് സ്കിൽസ് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അവിടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര കൺസേൺ ആയിട്ടുള്ള കാര്യമല്ല. ഓൾജിബ്ര അറിഞ്ഞിരിക്കണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് വരുന്ന എല്ലാ ടേംസും മീനിയം മീഡിയൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അറിയണം, പ്രോബബിലിറ്റി ഒക്കെ അറിയണം. പിന്നെ SQL അതും നിർബന്ധമാണ്. ഡാറ്റ ബേസുമായിട്ടാണ് മെയിനായിട്ട് ഇന്ററാക്ഷൻ വരുന്നുണ്ടായിരിക്കാം. ഇവിടെ സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് മീൻസ് നമ്മുടെ ഡേറ്റ ഇൻസൈറ്റ്സിനെ ഒരു എന്താ പറയാ മീനിങ് ഫുൾ മാത്രമല്ല ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വേയിൽ ഓർഗനൈസ് ചെയ്യുക, അതിനെയാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുക. അതുകൊണ്ട് എന്താണ് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അത് അണ്ടർസ്റ്റാൻഡബിൾ ആവും, ആക്ഷൻസ് പെർഫോം ചെയ്യാനും പറ്റും. അഡ്വാൻസ്ഡ് ML ആൻഡ് പ്രോഗ്രാമിംഗ് നിർബന്ധമാണ്. മെഷീൻ ലേണിംഗ് നല്ലപോലെ അറിഞ്ഞിരിക്കണം, ബിക്കോസ് പ്രഡിക്ഷൻ മോഡൽ ഉണ്ടാക്കേണ്ടതാണ് അല്ലെ. പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇവിടെ ഡാറ്റ അനലിസ്റ്റിന് പ്രോഗ്രാം ഒന്നും അറിയണമെന്നില്ല. ഡേറ്റ ടൈപ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ അനാലിസിസിന് നമ്മൾ പ്രൈമറിലി സ്ട്രക്ചേർഡ് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചേർഡും പോകും അൺസ്ട്രക്ചേർഡും പോകും. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡിഗ്രി ഹോൾഡർക്ക് പറ്റും. ഒരു ഡാറ്റ അനലിറ്റിക്സിന്റെ ട്രേഡിങ്ങും കൂടി അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആണ് ഡേറ്റ അനലിസ്റ്റ് ആവുക എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഹോൾഡ് എ മാസ്റ്റേഴ്സ് ഓർ PhD റിലേറ്റഡ് ഫീൽഡ്സ്. ഇവിടെ എന്താണ് നല്ല കഴിവ് വേണം. അതായത് ഇവിടെ കഴിവ് വേണ്ട എന്നല്ല പറയുന്നത്, ഇത് കുറച്ചുകൂടി നമുക്ക് എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡേറ്റ സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അങ്ങനെ ഡേറ്റ സയന്റിസ്റ്റ് ഒന്നും ആക്കൂല. അയാളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്ത് ക്വാളിഫിക്കേഷനും ബാക്കിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ആളെ ഡേറ്റ സയന്റിസ്റ്റ് ആക്കത്തുള്ളൂ. ഇനി ക്രൗഡ് സോഴ്സിംഗ് ആണ് പറയുന്നത്. ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ. ഗാദറിംഗ് ഇൻഫോർമേഷൻ ഓർ ഒപ്പീനിയൻസ് ഫ്രം എ വാസ്റ്റ് പോപ്പുലേഷൻ വിയ ദ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ആൻഡ് മൊബൈൽ ആപ്സ് വെൻ അഡിക്വേറ്റ് ഡേറ്റ ഇസ് അൺഅവൈലബിൾ. ഇന്റേണൽ ആയിട്ടുള്ള ഡേറ്റ, നമ്മുടെ പ്രോസസ്സിന് ഇന്റേണൽ ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം, ഇന്റർനെറ്റ് വെബ്സൈറ്റ് കാര്യങ്ങളിൽ നിന്ന് എടുക്കാം. ഇനി അതല്ല നമുക്ക് എന്താണ് മൊബൈൽ ആപ്സ്, അങ്ങനെ ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാം. അതാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇനാബിൾസ് സ്കെയിലബിലിറ്റി. അതായത് ഡേറ്റ എന്താണ് ഇങ്ങനെ
ഒരുപാട് നമുക്ക് ഇൻക്രീസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരുപാട് ഡേറ്റയെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ കിട്ടുന്നുണ്ടാവും. ബ്രിങ്സ് ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് പീപ്പിളിന്റെ കാര്യങ്ങളായിരിക്കും അല്ലെ നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ ഡൈവേഴ്സ് ആണത്. ഒന്നിലും മാത്രമല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക ഡേറ്റ. വേരിയഡ് പേഴ്സ്പെക്റ്റീവ്. എന്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല വേറൊരാൾക്ക്. സോ നമുക്ക് ഡിഫറെന്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടാവും. സ്പാർക്ക് ഇന്നോവേഷൻ ഫ്രം യൂസർ ജനറേറ്റഡ് ഫീഡ്ബാക്ക്. യൂസേഴ്സ് കൊടുക്കുന്ന ലൈക്ക്, കമന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഓരോന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. കൺസേർവ്സ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടായിരിക്കും ഇത് നടത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കുറച്ച് മതിയായിരിക്കും. ഒറ്റൊരാൾ വർക്ക് ചെയ്തതിന് പകരം ഒരു ടീം തന്നെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ടൈം കുറവായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് വലിയ പൈസേന്റെ സോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ എന്നൊക്കെയാണ് എടുക്കുന്നത്. സോ അവിടെ കോസ്റ്റും എന്തായിരിക്കും? കുറവായിരിക്കും. ചാലഞ്ച് എന്ന് പറയുന്നത് ഡേറ്റ ക്വാളിറ്റിയാണ് ഫസ്റ്റ് വരുന്നത്. ഡാറ്റ ക്യാൻ ബി ബയാസ്ഡ്, ഇനാക്യുറേറ്റ് ഓർ ഇൻകൺസിസ്റ്റന്റ്. ഇങ്ങനെ നമുക്ക് തോന്നിയെടുക്കുന്നൊക്കെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെ ക്വാളിറ്റി അത്രയും കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. റിക്വയേഴ്സ് റോബസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ, പ്രൂഫ് റീഡിംഗ്, ക്രോസ് വാലിഡേഷൻ, അൽഗരിതമിക് ഫിൽറ്ററിംഗ്. നമ്മളിങ്ങനെ വൺസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസ് ഇതിൽ ഏതെങ്കിലും നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും. ക്രോസ് വാലിഡേഷൻ ഒക്കെ 2 ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ട് വേണം ഡാറ്റയെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. ഇനി മിനി റീകേപ്പ്, റോൾസ് ആൻഡ് ക്രൗഡ് സോഴ്സിംഗ് ഒന്നും കൂടി നമ്മളൊന്ന് നോക്കുകയാണ്. റോൾസ് എന്തൊക്കെയായിരുന്നു? അനലിറ്റിസ്റ്റും ഉണ്ടായിരുന്നു, കൂടെ തന്നെ ഡേറ്റ സയന്റിസ്റ്റും ഉണ്ട് അല്ലെ. ആൻസർ അൺനോൺ ക്വസ്റ്റ്യൻസ് യൂസിങ് സ്ട്രക്ചേർഡ് ഡേറ്റ. സ്ട്രക്ചേർഡ് ഡേറ്റയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സയന്റിസ്റ്റ് ഡിസ്കവർ ന്യൂ പ്രോബ്ലംസ്, യൂസ് കോംപ്ലക്സ് മോഡൽസ് ആൻഡ് ഇൻഫ്ലുവൻസ് സ്ട്രാറ്റജി. സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് രണ്ട് ഡേറ്റയും എന്താണ് ഡേറ്റ സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അതിൽ നിന്ന് ഫ്യൂച്ചർ പ്രഡിക്ഷൻ മോഡൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യലാണ് ഡേറ്റ സയന്റിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. ക്രൗഡ് സോഴ്സിംഗ് ആണെങ്കിൽ എന്താണ്? ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്നു അല്ലെ. എ പവർഫുൾ ടൂൾ ടു ഗ്യാദർ എ മാസ് ഡേറ്റ ക്വാളിറ്റി. എക്സാമ്പിൾ ഗൂഗിൾ മാപ്പ് ട്രാഫിക്. ബട്ട് ഡിമാൻഡ്സ് സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടു മിറ്റിഗേറ്റ് ഇൻഹറന്റ് ബയാസസ്. അതായത് ഇങ്ങനെ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി വേറെയും പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലാംഗ്വേജസ് ഫോർ ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസിന് നമ്മൾ ഒരുപാട് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ, മെയിൻലി പൈത്തൺ ആണ്. നമ്മുടെ മെഷീൻ ലേണിംഗ് ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ പൈത്തൺ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. മോസ്റ്റ് പോപ്പുലർ ലൈബ്രറീസ് നംപൈ, ന്യൂമറിക്കൽ പൈത്തൺ. നമ്മുടെ എറേ ആയിട്ടൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ നംപൈ നിർബന്ധമാണ്. പാൻഡാസ്, ഡേറ്റ സെറ്റുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പാൻഡാസ് ആണ്. നമുക്കിപ്പോ ഡിസിഷൻ ട്രീ, റീഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അൽഗരിതംസ് മെഷീൻ ലേണിംഗിൽ വരുന്നുണ്ട്. പ്രഡിക്ഷനെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ പാൻഡാസ് ഡേറ്റ സെറ്റ് നിർബന്ധമാണ്. സൈക്കിറ്റ് ലേൺ, ഡിസിഷൻ ട്രീ ഒക്കെ ചെയ്യണമെങ്കിൽ സൈക്കിറ്റ് ലേണും നമുക്ക് ആവശ്യമാണ്. അതിന്റെ എന്താണ് ടെൻസർ ഫ്ലോ എന്നൊക്കെ പറയുന്ന കുറച്ച് ലൈബ്രറീസ് ഉണ്ട്. നമുക്ക് മോഡലിന്റെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിർബന്ധമാണ്. ഇങ്ങനത്തെ ലൈബ്രറീസിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് MLന്റെ അൽഗരിതംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ടൈലേർഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് വിഷ്വലൈസേഷൻ യൂസ്ഡ് ഇൻ അക്കാഡമിയ. എന്താണ് പറയുന്നത്? ആർ പ്രോഗ്രാമിംഗ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ, അതായത് മീൻ മീഡിയൻ മോഡ് പറഞ്ഞ സാധനമില്ലേ, അതിനു വേണ്ടിയിട്ടും വിഷ്വലി റെപ്രസെന്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ആർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ഈ പൈത്തണിൽ തന്നെ നമുക്ക് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലി റെപ്രസെന്റേഷനും കഴിയും കേട്ടോ. ഇനി SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അറിയാം, ഡാറ്റാ ബേസിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും SQL നിർബന്ധമാണ്. ഡാറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം SQLന്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. എന്താണ്? ഫോർ എക്സ്ട്രാക്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ റിലേഷണൽ ഡേറ്റാബേസ്. റിലേഷണൽ ഡേറ്റാബേസിന് ഡേറ്റ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് സർട്ടൈൻ SQL കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട്, സെലക്ട് എന്നൊക്കെ പറഞ്ഞ കമാൻഡ്സ് നമുക്കറിയാം അല്ലെ. ദെൻ ജാവ ബൈ സ്കാല, ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? വൈഡ്ലി യൂസ്ഡ് ഇൻ ബിഗ് ഡാറ്റ എൻവിറോൺമെന്റ്സ്. ബിഗ് ഡാറ്റയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ ഡാറ്റ എന്നല്ല, ഒരുപാട് ഡാറ്റ എന്നാണ് മീനിങ്.
ഹാൻഡൂപ്പ് ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പാഷെ ഹാൻഡൂപ്പ്, മാപ്പ് റെഡ്യൂസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ബിഗ് ഡാറ്റയെ പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കാണ് അപ്പാഷെ ഹാൻഡൂപ്പ്. അതിൽ തന്നെ എന്താണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഒരു പ്രോസസ്സിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് മാപ്പ് റെഡ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടാസ്ക് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ അതൊക്കെ കമ്പൈൻ ചെയ്യുന്നു ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട്. ഫോർ സ്കെയിലബിലിറ്റി, ജൂലിയ another kind of programming language ആണ്. ഹൈ പെർഫോമൻസ് ഫോർ ലാർജ് സ്കെയിൽ ന്യൂമറിക്കൽ സിമുലേഷൻസ്. ജൂലിയ ഡാറ്റ സയൻസിൽ യൂസ് ചെയ്യുന്ന വേറൊരു ലാംഗ്വേജ് ആണ്. ജസ്റ്റ് അറിയാം. സാസ് ഉണ്ട്. ദെൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഹെൽത്ത് കെയറിലും ഫിനാൻസ് സെക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സാസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ദെൻ മാറ്റ് ലാബ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാറ്റ് ലാബ്. യൂസ്ഡ് ഫോർ മെട്രിക്സ് ഓപ്പറേഷൻസ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേ അല്ലെ. അത് 3 ഡയമെൻഷണൽ ആവാം, മൾട്ടിപ്പിൾ ഡയമെൻഷണൽ ആവാം. അങ്ങനെ മെട്രിക്സ് ഓപ്പറേഷൻസിന് വേണ്ടിയാണ് മാറ്റ് ലാബ് യൂസ് ചെയ്യുന്നത് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് റിസർച്ച്. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ലാംഗ്വേജസ് ഡാറ്റാ സയൻസിന് വേണ്ടിയിട്ട്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സയൻസ് നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്, അനലൈസ് സ്റ്റുഡന്റ് ഫീഡ്ബാക്ക്, ഐഡന്റിഫൈ അഡ്മിഷൻ ട്രെൻഡ്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ഡാറ്റ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ കറണ്ട് മാർക്കൊക്കെ യൂസ് ചെയ്ത് ഫ്യൂച്ചർ മാർക്കൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെൽത്ത് കെയറിൽ ഒരു മെഡിക്കൽ ഇമേജ് കണ്ടാൽ അത് ട്യൂമറസ് ആണോ അല്ലയോ എന്ന് എന്താണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട്, പേഴ്സണലൈസ്ഡ് പ്രിവെന്റീവ് കെയർ, പ്രഡിക്റ്റിംഗ് ഡിസീസ് ഔട്ട്ബ്രേക്സ്. ഡിസീസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഡേറ്റ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മാനുഫാക്ചറിങ്ങിലോട്ടേക്ക് വരുമ്പോൾ പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ്, ക്വാളിറ്റി കൺട്രോൾ, ഡിഫക്റ്റ് അനാലിസിസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഈ പറഞ്ഞ ഇത്രത്തിൽ മാത്രമൊന്നുമല്ല, നമുക്ക് വേറെയിലും എന്താണ് നമുക്ക് ഡേറ്റ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഏരിയ മാത്രമാണ് പറയുന്നത്. ദെൻ ഇ കൊമേഴ്സിൽ റെക്കമെൻഡേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അല്ലെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വ്യൂ ചെയ്ത പ്രോഡക്ട്സ് നമുക്ക് റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ബേസ്ഡ് ഓൺ പർച്ചേസ് ഹിസ്റ്ററി. പർച്ചേസ് ഹിസ്റ്ററി മാത്രമൊന്നുമല്ല, നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഓരോന്ന്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തായിരിക്കും റെക്കമെൻഡ് ചെയ്യും ഐറ്റംസ്. ഫിനാൻസ് സെക്ടറിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ, ബാങ്കിലൊക്കെ ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. പ്രഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ട്രെൻഡ്സ്, ഡിറ്റക്ട് ആൻഡ് പ്രിവെന്റ് ഫ്രോഡ്, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ. അങ്ങനെ ഒരു ഫ്രോഡിനെ ഡിറ്റക്ട് ചെയ്താൽ ട്രാൻസാക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്യണം അല്ലെ. അതിനു വേണ്ടി യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോണോമസ് വെഹിക്കിൾ അല്ലെ, ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഉണ്ട്. പ്രഡിക്റ്റിംഗ് ഫ്ലൈറ്റ് ഡിലേസ് ബേസ്ഡ് ഓൺ വെദർ ട്രാഫിക് ഡേറ്റ. വെദറിനെ മനസ്സിലാക്കിയിട്ട് ഫ്ലൈറ്റിന്റെ ഡിലേ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത് മാത്രമൊന്നല്ല, ഇതിപ്പോ ജസ്റ്റ് നമുക്ക് ഇത്രയേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡേറ്റ സയൻസിന്. ഇത് മാത്രമൊന്നുമല്ല, വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് നന്നായിട്ട് അറിയാം. ഗോൾ ഐഡന്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അതാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ കളക്ട് ചെയ്യണം അല്ലെ. ഗോൾ എന്താണെന്ന് മനസ്സിലായി, അതിനുശേഷം അതിനാവശ്യമായ സോഴ്സിൽ നിന്ന് ഡേറ്റയെ കളക്ട് ചെയ്യണം. ദെൻ ഡേറ്റ പ്രിപ്പറേഷൻ. ആ കളക്ട് ചെയ്ത ഡേറ്റ എന്തായാലും എന്തായിരിക്കും അതിൽ നമുക്ക് വേണ്ടാത്ത നോയ്സസ് ഉണ്ടായിരിക്കും, എന്താണ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കും, നമുക്ക് എറേഴ്സ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെ റിമൂവ് ചെയ്ത് ഡേറ്റയെ പ്രിപ്പയർ ചെയ്യണം, ക്ലീൻ ചെയ്യണം അല്ലെ. അതിനുശേഷം എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, അതിനെ ഇൻഡെപ്ത് മനസ്സിലാക്കി അതിന്റെ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തു. ഇവിടെയും നമുക്ക് എന്താണ് ആക്ച്വലി ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് പറയാം. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിൽ എക്സ്പ്ലോർ ചെയ്യാണ് ആ ഡേറ്റയെ. ദെൻ വൺസ് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നേരെ മോഡൽ ഡെവലപ്മെന്റിൽ പോകും. ഏത് മോഡലാണ് വേണ്ടത്, ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആണോ, ഏത് മോഡലാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. അതിനുശേഷം ആ മോഡലിനെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചു ടെസ്റ്റ് ചെയ്യും നമ്മൾ. വൺസ് മോഡലിന്റെ പെർഫോമൻസ് കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ മോഡലിനെ ഡിപ്ലോയ് ചെയ്തു പ്രസന്റേഷൻ റിപ്പോർട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. ഇത്രയാണ് ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി എന്താണ് ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോവാണ്. അപ്ലൈങ് ദ ലൈഫ് സൈക്കിൾ ടു അപ്പാർ, ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, പേഴ്സണലൈസ്ഡ് ടീച്ചിങ് പ്രൊജക്ട്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് പഠിച്ചതൊക്കെ ഒന്ന് നമ്മളന്ന് പറഞ്ഞു പോവാണ്. ഗോൾ ഐഡന്റിഫിക്കേഷൻ എന്താണ്, അനലൈസ് സ്റ്റുഡന്റ് ഗ്രേഡ്സ് ആൻഡ് പാറ്റേൺസ് ടു ടൈലർ ടീച്ചിങ് മെത്തേഡ്സ് ടു ഇംപ്രൂവ്ഡ് ഔട്ട്കംസ്. സ്റ്റുഡൻസിന്റെ എന്താണ് ഗ്രേഡ്സും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ടീച്ചിങ്ങിൽ എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എങ്ങനെയാന്നുള്ളത്
ഡിസൈഡ് ചെയ്യുന്നു. ഗോൾ ഐഡന്റിഫിക്കേഷൻ, ഡാറ്റ കളക്ഷൻ, കളക്ട് അക്കാഡമിക് റെക്കോർഡ്സ്, അറ്റൻഡൻസ്, ബിഹേവിയർ, ഡെമോഗ്രാഫിക്സ് വിയ സ്കൂൾ ഡേറ്റാബേസ് ആൻഡ് LMS. സ്റ്റുഡന്റിന്റെ ഡാറ്റ ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് കളക്ട് ചെയ്യണം അല്ലെ. ഗോൾ ഇപ്പം മനസ്സിലായി. സ്റ്റുഡന്റിന്റെ ഗ്രേഡും പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡിൽ എന്ത് മാറ്റം വരുത്താം. പക്ഷെ അതിനാവശ്യമായിട്ട് ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡാറ്റ കളക്ട് ചെയ്യാം. ദെൻ ഡേറ്റ പ്രിപ്പറേഷനിൽ വരുമ്പോൾ അതിൽ വരുന്ന എന്താണ്, നോർമലൈസ് ചെയ്തു ഡേറ്റയെ, മിസ്സിംഗ് എൻട്രീസ് അതായത് ക്ലീൻ ചെയ്തു, ദെൻ എന്താണ് നോർമലൈസ് ഗ്രേഡ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോർമലൈസ്, മിൻമാക്സ് നോർമലൈസേഷൻ, സെഡ് സ്കോർ നോർമലൈസേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ നോർമലൈസ് ചെയ്യുന്നു ഡേറ്റയെ. അതിനുശേഷം EDA എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് വിഷ്വലി എന്താണ് റെപ്രസെന്റ് ചെയ്യും. അറ്റൻഡൻസ് വേഴ്സസ് പെർഫോമൻസ് യൂസിങ് ഹിസ്റ്റോഗ്രാമോ ബോക്സ് പ്ലോട്ടോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത കാര്യം വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു. മോഡൽ ഡെവലപ്മെന്റ് യൂസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, പ്രെഡിക്ട് പെർഫോമൻസ് ഓർ ക്ലസ്റ്ററിംഗ് ഗ്രൂപ്പ് ബൈ ലേണിംഗ് സ്റ്റൈൽ. എന്താണ്, ഒന്നിക്കലും നമുക്ക് അൺസൂപ്പർവൈസ്ഡ് അല്ലെ സൂപ്പർവൈസ്ഡ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മോഡൽ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും നടത്തും. ഫൈനലി മോഡൽ ടെസ്റ്റ് ചെയ്ത് മോഡൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്ലോയ്മെന്റ് ചെയ്യും മോഡലിനെ. ഡിപ്ലോയ് ആസ് എ ഡിസിഷൻ സപ്പോർട്ട് ഡാഷ്ബോർഡ് ഫോർ ടീച്ചേഴ്സ് ടു ആക്സസ് പേഴ്സണലൈസ്ഡ് ലെസൺ പ്ലാൻസ്. ആ ഡേറ്റ നമുക്ക് മനസ്സിലാക്കിയ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും, വിഷ്വലി റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സമ്മറി പറയുകയാണെങ്കിൽ ദ കോർ ഡിഫറൻസ്, നമ്മൾ അനലിറ്റിക്സും ഡേറ്റ സയൻസും നമ്മുടെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർപ്രിറ്റ്സ് പാസ്റ്റ് ഡേറ്റ ഫോർ സ്പെസിഫിക് പ്രോബ്ലംസ്. സയൻസ് ഈസ് പ്രഡിക്റ്റീവ്, ഡാറ്റ സയൻസ് എന്താണ്, പ്രഡിക്റ്റീവ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ് നടത്തുന്നത് അല്ലെ. ഹാൻഡിൽസ് അൺസ്ട്രക്ചർഡ്, അവിടെ സ്ട്രക്ചേർഡും ആവാം അൺസ്ട്രക്ചേർഡും ആവാം. അനാലിസിസ് ഹൈറാർക്കി ഡിസ്ക്രിപ്റ്റീവ്, 4 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. വാട്ട്, എന്താണ് സംഭവിച്ചത്, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഡയഗ്നോസ്റ്റിക്, വൈ, എന്തുകൊണ്ട് സംഭവിച്ചു. പ്രഡിക്റ്റീവ്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം. പ്രിസ്ക്രിപ്റ്റീവ്, അതിനുവേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം, അത് പറഞ്ഞായിരുന്നു. EDA ഫിലോസഫി, യൂണിവേരിയന്റ്, മൾട്ടിവേരിയന്റ്, ഒന്നുകൂടി ഉണ്ട് ബൈവേരിയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി റോൾസിലോട്ടേക്ക് വരുമ്പോൾ സയന്റിസ്റ്റും അനലിസ്റ്റും അവരുടെ റോൾസ്. സയന്റിസ്റ്റ് പ്രോസസ് ഡീപ്പർ ടെക്നിക്കൽ ബിസിനസ് എക്യുപ്മെന്റ് ആൻഡ് ബിൽഡ് മോഡൽ. മോഡലിനെ ബിൽഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് സയന്റിസ്റ്റിന്റെ ഇതിലോട്ടേക്ക് വരുന്നത് പ്രഡിക്ഷന് വേണ്ടിയിട്ട്. അനലിസ്റ്റ് ഫോക്കസ് ഓൺ സ്ട്രക്ചേർഡ് ഡേറ്റ റിപ്പോർട്ടിംഗ്, നമ്മുടെ മനസ്സിലായ കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാം പാസ്റ്റ് കറണ്ട് ഡേറ്റയും വെച്ചുകൊണ്ട്. ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പൈത്തൺ, R, SQL, മാറ്റ്ലാബ്, സാസ്, ജാവ, സ്കാല, ജൂലിയ എന്ന് പറയുന്ന ഒരുപാട് ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ടാസ്ക് ആൻഡ് ഡേറ്റ വോളിയം, നമ്മുടെ ഡേറ്റയുടെ വോളിയം, ഡേറ്റ എത്രത്തോളം ഉണ്ട്, നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആപ്ലിക്കേഷൻസ്, ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, ഇ-കൊമേഴ്സിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെ സാധനങ്ങൾ, അതിന്റെ ഡേറ്റ സയൻസിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. മേജറായിട്ട് ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ നോക്കുക. രണ്ടാമതായിട്ട് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിൽ വരുന്ന ടൈപ്സ്, ഡേറ്റ അനാലിസിസിന്റെ 4 ടൈപ്പ് ഉണ്ട് അല്ലെ, അത് നോക്കുക. അതിന്റെ കൂടെ തന്നെ ഡേറ്റ സയന്റിസ്റ്റും ഡേറ്റ അനലിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ആപ്ലിക്കേഷൻസ്, പിന്നെ ലാംഗ്വേജ്. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഈ അടുത്ത പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതോടെ നമ്മുടെ ഈ ഒരു യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് കഴിയാണ്. ബാക്കി യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.